മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കൂടി പോവാം. സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി എന്നതാണ് തീരുമാനം. ഈ മാസം 15-ന് സഭാ സമ്മേളനം അവസാനിക്കും. 18 വരെ ചേരാനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം. അത് വെട്ടിച്ചുരുക്കാനാണ് ഇന്ന് ചേർന്ന കാര്യോപദേശക സമിതി യോഗത്തിന്റെ തീരുമാനം. മുന്നണികൾക്ക് ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങണം എന്നതാണ് ഇതിന്റെ കാരണമായി കാര്യോപദേശക സമിതിയിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. DV അരുൺ നമുക്കിപ്പം ചേരുന്നു. അരുൺ, സംസ്ഥാന സർക്കാർ അതിഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. സഭാ സമ്മേളനം നീണ്ടു നിൽക്കുന്നത് വലിയ വെല്ലുവിളിയാകുമില്ലേ എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് വെട്ടിച്ചുരുക്കാനുള്ള തീരുമാനം. സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതിസന്ധി ഈ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? എന്ന് കരുതാനാകില്ല. അത് സ്വാഭാവികമായും ആ വിഷയങ്ങൾ ചർച്ചയിൽ വരും. സഭാ സമ്മേളനം നീണ്ടു നിൽക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നത് വ്യക്തവുമാണ്. പക്ഷേ ഇവിടെ നമുക്ക് അനുസരിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും ഏകണ്ഠമായ തീരുമാനമെടുക്കുകയായിരുന്നു സഭാ സമ്മേളനം വെട്ടിച്ചെടുക്കാൻ. കാരണം അടുത്ത ആഴ്ച നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജ്ഞാപനം വരുമെന്ന് സർക്കാരും പ്രതിപക്ഷവും പ്രതീക്ഷിക്കുന്നു. വയനാട് ഉപതെരഞ്ഞെടുപ്പ്, ലോക്സഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാടും ചേലക്കരയും രണ്ടിടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുള്ളത്. അതുകൊണ്ടാണ് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നത്. നേരത്തെ 15-ാം തീയതി സമ്മേളനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നില്ല. അതിനു പകരം 16-17 തീയതിയിലെ സമ്മേളനം ഒഴിവാക്കുകയും 15-ന് സഭ ചേരാൻ തീരുമാനിക്കുകയുമാണ്. അങ്ങനെ 8 ദിവസമാകും ആകെ സഭ ചേരുക. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനം. 18 വരെ നടക്കേണ്ടിയിരുന്ന സഭാ സമ്മേളനം 15-ന് തന്നെ പൂർത്തിയാവുകയാണ്. ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങണം. അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്നത് ഇനി ഉപതെരഞ്ഞെടുപ്പുകളുടെ കാലമാണ്. സംസ്ഥാനത്ത് 2 നിയമസഭകളിലേക്കും ഒപ്പം വയനാട് ലോക്സഭയിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കണം. പാലക്കാട് ചേലക്കരയ്ക്ക് പുറമെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. അടുത്ത ആഴ്ചയോടുകൂടി വിജ്ഞാപനം വരും. അങ്ങനെയെങ്കിൽ വേഗത്തിൽ ഒരുക്കം നടക്കണം. അതിൽ ഭരണ പ്രതിപക്ഷം ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ കാര്യോപദേശക സമിതി യോഗത്തിലുണ്ടായ തീരുമാനം.